വിരാട് കോഹ്ലിയുടെ വിരമിക്കലാണ് ഇപ്പോൾ കായിക ലോകത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. എന്നാൽ അതിൽ ഒരു വിവാദവും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കോഹ്ലി ഇംഗ്ലണ്ട് പര്യടനത്തിന് ആഗ്രഹിച്ചിരുന്നെന്ന് ഡൽഹി പരിശീലകൻ ശരൺദീപ് സിംഗിന്റെ വെളിപ്പെടുത്തൽ. എന്താണ് സംഭവിച്ചതെന്ന് സെലക്ടർമാർക്ക് മാത്രമേ അറിയൂവെന്നും ശരൺദീപ് സിംഗിന്റെ വെളിപ്പെടുത്തൽ. There is no sign of him to retire from any form of cricket because he's claiming to play red ball cricket. Then he has no thinking like that. Even at that time, he's talking about that English series, the Test match is coming, so he's gonna play there. And this time he'll be very much prepared. He said he's gonna score maximum hundreds. What he did it then the last time in 2018 when he came to England, he scored a lot of runs over there. So he'll be well prepared for the England too. So there is nothing like that when he came to Ranji Trophy matches that in the coming time he's looking for it. So I don't know. Still, means we thought that we'll see him in the England tour. He's one of the most senior players, especially the England tour is very tough. So without him, I don't know how the Indian team managed. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും രുജീഷ് വി രവീന്ദ്രനാണ് ചേരുന്നത്. രുജീഷ്, വിരാട് കോഹ്ലി ഒരുപാട് ആരാധകരുള്ള ഒരുപാട് മത്സരങ്ങളിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച മുൻ ക്യാപ്റ്റൻ, അതുപോലെ തന്നെ നല്ല ഒരു സ്പോർട്സ്മാനാണ്. ആ വിരാട് കോഹ്ലിയുടെ വിരമിക്കലാണ് ഇത്തരത്തിൽ ഒരു വിവാദങ്ങളിലേക്കൊക്കെ പോകുന്നത്. അത് വളരെയധികം ദൗർഭാഗ്യകരവുമാണ്. ഇപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ വിരാട് കോഹ്ലിയും പുറത്തേക്ക് പോകുന്നതിന് കാരണം സെലക്ടർമാർ ആണ് എന്നാണോ പറയുന്നത്? എന്താണ് ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സ്വാതി, ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ എന്തായാലും സെലക്ടർമാർക്കിടയിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് സംശയിക്കുന്നതിൽ എന്തായാലും വലിയ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ശരൺദീപ് സിംഗ് ഡൽഹി പരിശീലകനാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ വലിയ തിരിച്ചടി നേരിട്ടതിന് ശേഷം കഴിഞ്ഞ ഫെബ്രുവരിയിൽ രഞ്ജി ട്രോഫി കളിക്കാൻ വിരാട് കോഹ്ലി തീരുമാനിച്ചിരുന്നു. സാധാരണഗതിയിൽ ഫോം ഔട്ട് ആകുന്ന ഒരു സാഹചര്യത്തിൽ ഫോമിലേക്ക് വരാൻ വേണ്ടിയാണ് അന്താരാഷ്ട്ര താരങ്ങൾ രഞ്ജി ട്രോഫി കളിക്കാൻ തീരുമാനമെടുക്കുന്നത്. വിരാട് കോഹ്ലി ആകട്ടെ 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രഞ്ജി ട്രോഫി കളിക്കാനായി ഡൽഹിക്കൊപ്പം ചേർന്നത്. ആ സമയത്ത് തന്നോട് പറഞ്ഞത് അടുത്ത വർഷത്തേക്കുള്ള മത്സരങ്ങളിൽ, അന്താരാഷ്ട്ര മത്സരങ്ങളിൽ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് പര്യടനത്തിൽ തനിക്ക് മികച്ച നിലയിൽ പ്രകടനം കാഴ്ചവെക്കണം. അതിനുവേണ്ടിയാണ് താൻ രഞ്ജി ട്രോഫി കളിക്കാൻ തയ്യാറായത്. അതിൽ തന്നെ 4-5 സെഞ്ചുറികൾ നേടണം, മികച്ച ഒരു പ്രകടനം നടത്തി തിരിച്ചു വരണം എന്ന ആഗ്രഹം വിരാട് കോഹ്ലി പറഞ്ഞിരുന്നു. അതിനുശേഷം ഒരു പരമ്പര സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലയളവിൽ അതിന് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിരാട് കോഹ്ലിയുടെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം എന്തായാലും അപ്രതീക്ഷിതം എന്നാണ് ഡൽഹി കോച്ചായിട്ടുള്ള മുൻ ഇന്ത്യൻ താരം കൂടിയായിട്ടുള്ള ശരൺദീപ് സിംഗ് പറയുന്നത്. എന്തായാലും സെലക്ടർമാർക്ക് മാത്രമേ ഇതിനിടയിൽ സംഭവിച്ചത് എന്താണ് എന്ന് വ്യക്തമാക്കാനാകൂ എന്ന് കൂടി ശരൺദീപ് സിംഗ് പറയുന്നു. ഏതായാലും വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ ഒരുപക്ഷെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലെ പ്രകടനം വളരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു. ഒരു സെഞ്ചുറി നേടിയെങ്കിൽ കൂടി 190 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായത്. പക്ഷേ പിന്നീട് ഒരു തിരിച്ചുവരവനായി അദ്ദേഹം ശ്രമിച്ചിരുന്നു. ആ ശ്രമം ഉണ്ടായതിനു ശേഷവും പിന്നീട് രോഹിത് ശർമ്മയുടെ വിരമിക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ താനും ഇനി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇല്ല എന്നൊരു ചെറിയ കുറിപ്പോടെ കൂടി വിരാട് കോഹ്ലി വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തായാലും അത് സംബന്ധിച്ച് വലിയ തരത്തിൽ ഒരു വിവാദത്തിലേക്ക് കൂടി പോവുകയാണ്. കോഹ്ലി ആഗ്രഹിച്ചല്ല ഇപ്പോൾ എടുത്ത ഒരു തീരുമാനം എന്നാണ് അദ്ദേഹത്തിൻ്റെ കോച്ച് കൂടിയായിട്ടുള്ള, ഡൽഹി പരിശീലകൻ കൂടിയായിട്ടുള്ള ശരൺദീപ് സിംഗിൻ്റെ വെളിപ്പെടുത്തൽ. സ്വാതി. ശരി രുജീഷ്, എന്തായാലും വിരാട് കോഹ്ലിയുടെ ഈ ഒരു വിരമിക്കൽ ഒരു വിവാദത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. കോഹ്ലി ആഗ്രഹിച്ചല്ല ഈ ഒരു വിരമിക്കൽ ഉണ്ടായിരിക്കുന്നത്. അത് അദ്ദേഹം സെലക്ടർമാർ എടുത്ത തീരുമാനത്തിന് അതിൽ നിന്നാണ് ഇത്തരത്തിലൊരു വിരമിക്കലിലേക്ക് നീങ്ങിയത് എന്നുള്ള തരത്തിലുള്ള വിവാദമാണ് ഇപ്പോൾ ഉയരുന്നത്.